നമസ്കാരം. ഇത് CS രാജീവ് തിക്കറ്റിലാണ്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്റർ ആണ്. കമ്പനി സെക്രട്ടറി ഗുരുകുലമാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അടുത്ത ബാച്ച് CS എക്സിക്യൂട്ടീവ് ക്ലാസ്സുകൾ ജൂൺ 2nd വീക്കിൽ ആരംഭിക്കും. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബോത്ത് മോഡ്യൂൾ. ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം, പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ മുമ്പിൽ കമ്പനി സെക്രട്ടറി എക്സാമിനേഷൻ, അത് എക്സിക്യൂട്ടീവ് ആവട്ടെ പ്രൊഫഷണൽ ആവട്ടെ, ഇത് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ മനസ്സിൽ ധാരാളം സംശയങ്ങൾ ഉണ്ടായിരിക്കും. ഈ പല സംശയങ്ങളും പേടി കൊണ്ടുണ്ടാകുന്ന സംശയങ്ങളുമാണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കമ്പനി സെക്രട്ടറി എക്സാമിനേഷൻ 2025 ജൂൺ 1 തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമതായി, നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അഡ്മിഷൻ കാർഡ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് പ്രിന്റഡ് കോപ്പി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. കഴിഞ്ഞ പ്രാവശ്യം ആരും ചോദിച്ചില്ല എന്ന് വിചാരിച്ച് ഇപ്രാവശ്യം ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. ഈ വക എക്സ്ക്യൂസുകൾ കൊണ്ട് വരരുത്. നിർബന്ധമായും നിങ്ങൾ അതിൻ്റെ ഹാർഡ് കോപ്പി ഫ്രണ്ട് പേജ്, ഹാൾ ടിക്കറ്റിൻ്റെ ഫ്രണ്ട് പേജ് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കണം. ഞാൻ എപ്പോഴും പറയുക, 2-3 കോപ്പി എടുത്ത് വെക്കൂ. ഒന്ന് നിങ്ങളുടെ പേഴ്സിൽ വെക്കൂ, ഒന്ന് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഫയലിൽ, നിങ്ങൾ ഏതാണോ നിങ്ങൾ പരീക്ഷയ്ക്ക് കൊണ്ടുവന്ന ഫോൾഡർ, ആ ഫോൾഡറിൽ വെക്കൂ. അൺഫോർച്ചുനേറ്റ്ലി ഏതെങ്കിലും ഒന്ന് മറന്നു പോയാലും അതവിടെ ഉണ്ടായിരിക്കും. ഇനി ഹാൾ ടിക്കറ്റ് മാത്രം മതിയോ? പോരാ. ഹാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ നോക്കുക. ആ ഹാൾ ടിക്കറ്റ് ഒന്ന് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങേണ്ടത്, ഹാൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ സ്റ്റുഡൻറ് ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. സ്റ്റുഡൻറ് ഐഡന്റിറ്റി കാർഡ് നിങ്ങളുടെ smash.icsi.edu പോവുക, നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും അടിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളുടെ സ്റ്റുഡൻറ് ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കണം. ഇത് രണ്ടും ഒരുമിച്ച് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നിങ്ങൾ ആ സ്റ്റുഡൻറ് ഐഡന്റിറ്റി കാർഡ്, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ദാറ്റ് ആക്ച്വലി ഒരു കമ്പനി സെക്രട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങേണ്ടത് ആവശ്യമാണ്. ഈ 2 ഡോക്യുമെന്റ് നിർബന്ധമായി നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു ആധാർ കാർഡോ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ID, ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, ഇലക്ഷൻ കാർഡ് പോലെയുള്ള, പാസ്പോർട്ട് പോലെയുള്ള ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡും കയ്യിൽ വെക്കുക. ഈ 3 ഡോക്യുമെന്റ് നിർബന്ധമാണ്. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഹാൾ ടിക്കറ്റ്, സ്റ്റുഡൻറ് ഐഡന്റിറ്റി കാർഡ് ഡൗൺലോഡഡ് ഫ്രം ദ വെബ്സൈറ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, then a government issued identity card. 3, നീല മഷി, ബ്ലൂ മഷി കൊണ്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ ഹാൾ ടിക്കറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റുഡൻസ് ഹാവ് ടു റൈറ്റ് ദെയർ ആൻസേഴ്സ് ഇൻ ബ്ലൂ ഇങ്ക് ഓൺലി, ആൻഡ് if anybody is using red ink, green ink or any other ink, the answer paper can be considered invalid എന്ന് പറഞ്ഞിട്ട്. ബ്ലാക്ക് കൊണ്ട് എഴുതാണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, സർ ബ്ലാക്ക് എന്താ പ്രശ്നം? നോക്കൂ, എനിക്ക് ആ പ്രശ്നങ്ങളില്ല. ഇതാണ് സിസ്റ്റം. ബ്ലൂ കൊണ്ടേ എഴുതാൻ പറ്റുള്ളൂ, ബ്ലാക്ക് കൊണ്ട് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ തൊട്ട് താഴത്തെ സെന്റൻസ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചുവപ്പ്, പച്ച അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഷി കൊണ്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ പേപ്പർ ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയും. പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിക്കണേ? ബ്ലൂ ഇങ്ക്. ഇനി എത്ര പെന്ന് കൊണ്ടുവരണം? അപ്പുറത്ത് കടമാകാം, ഇപ്പുറത്ത് കടമാകാം. ആ ചേട്ടനോട് ചോദിക്കാം, അല്ലെങ്കിൽ ടീച്ചറോട് പറയാം, അവിടെ സ്മാർട്ട് ആവാൻ നോക്കാം. ഇതൊന്നും ആലോചിക്കല്ലേ. ഒരു 4-5 പെന്നുകൾ വാങ്ങി കയ്യിൽ പിടിക്കുക. ഇനി ഭയങ്കര കോസ്റ്റ്ലി പെന്നാണെങ്കിൽ അതിൻ്റെ റീഫില്ലർ, ഇങ്ക് പെന്ന് കൊണ്ട് എഴുതാതിരിക്കുക, ജെൽ പെന്ന് കൊണ്ട് എഴുതാതിരിക്കുക. മഴക്കാലമാണ്, ബോൾ പോയിന്റ് പെന്നാണ് അഡ്വൈസബിൾ. സർ ജെല്ലുകൊണ്ട് എഴുതാൻ പാടില്ലെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ സെക്യൂരിറ്റി ആംഗിളിലാണ്. അഥവാ കഷ്ടകാലത്തിന് ഒരു വെള്ളം നനവ് വന്നു കഴിഞ്ഞാൽ ഈ ഇങ്ക് പെന്നും ജെല്ലിങ്കും ഒക്കെ എന്ത് ചെയ്യും? അതിങ്ങനെ പരക്കും, നിങ്ങളുടെ ആൻസർ കാണാൻ വിസിബിൾ അല്ലാണ്ടായിട്ട് മാറും.
അല്ലേ? അപ്പോൾ അതിനൊരു റിസ്ക് എടുക്കേണ്ട ആവശ്യം പറഞ്ഞതാണ്. അങ്ങനെയൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 4-5 പെന്ന് കയ്യിലിരുന്നോട്ടെ. അഥവാ നിലത്ത് വീണ് എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് ആരോടും പേടിക്കാതെ, ടെൻഷൻ അടിക്കാതെ, സ്ട്രെസ് എടുക്കാതെ എഴുതാം. പിന്നെ എന്തൊക്കെ ഉണ്ടാവണം? ഒരു 15 സെന്റിമീറ്റർ എങ്കിലും വലിപ്പമുള്ള ഒരു സ്കെയില്, പറ്റുമെങ്കിൽ 30 സെന്റിമീറ്റർ വലിയ സ്കെയിലൊക്കെ, നമുക്ക് വലിയ വരയൊക്കെ വരയ്ക്കണമെങ്കിൽ സ്കെയില്, പെൻസില്, റബ്ബർ, അതായത് ഇറേസർ, കട്ടർ, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തമായിട്ടുണ്ടാകണം. ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വെള്ളം, അവിടുന്ന് വെള്ളം കിട്ടിയില്ലെങ്കിൽ ചോദിക്കാമല്ലോ, ഇതൊന്നും പറഞ്ഞേക്കരുത്. ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആവും. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടിൽ വെള്ളം. നിങ്ങൾ എന്തെങ്കിലും ഗുളികകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അതായത് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗുളിക നിങ്ങൾക്ക് കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ അത് ചെയ്യരുത്. ഇത്രയും സാധനങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. ആൻഡ് ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു ട്രാൻസ്പെറൻറ്റ് ഫോൾഡർ വാങ്ങാം, ചെറിയൊരു ഫോൾഡർ വാങ്ങാൻ കേട്ടോ, ഒരു പ്ലാസ്റ്റിക്കിന്റെ ഫോൾഡർ. അതിലിട്ടിട്ട് അത് സിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിന് മിസ് ചെയ്യില്ല, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്നൊരു ടെൻഷൻ വേണ്ട. പരീക്ഷ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഫ്രണ്ട് പേജിൽ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി നമ്പർ, നിങ്ങളുടെ സ്റ്റുഡൻറ് നമ്പർ, രജിസ്ട്രേഷൻ നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതും. ഇവിടെ ഒന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതി എന്ന് ഉറപ്പുവരുത്തണം. അവിടെയൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകാം. രക്ഷപ്പെട്ടവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് കുടുങ്ങരുത് നമ്മൾ, കാരണം അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞു. നമ്മളെങ്ങാനും എഴുതിയിട്ട് 0 മുമ്പിൽ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് 1 അപ്പുറത്ത് എഴുതി 81 അവർ വായിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? കാരണം നമ്മളല്ലാണ്ടായി മാറില്ലേ, വേറൊരാളായിട്ട് മാറില്ലേ? ചെയ്യണ്ട. വളരെ ശ്രദ്ധിച്ചിട്ട് സമാധാനത്തോടു കൂടി എഴുതുക. ഈ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾ ഏതൊക്കെ ചോദ്യമാണ് ആൻസർ ചെയ്തത് എന്ന് ചോദിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ അപകടമാണ്. ഇറ്റ് ഈസ് ഹൈലി റിസ്കി. പരീക്ഷ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ആൻസർ നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ സന്തോഷത്തിനല്ല. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല എന്നും, നിങ്ങളെ അറിയാത്ത, നിങ്ങളെ പോലെയുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള വേറൊരാള് അത് വായിച്ചു മനസ്സിലാക്കി നിങ്ങൾക്കിത് അറിയാമെന്ന് അയാൾക്ക് മനസ്സിലാകണമെന്നും നിങ്ങൾക്ക് ആ ബോധം ഉണ്ടാകണം. ഐ റിപ്പീറ്റ്, നിങ്ങളൊരു ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്കത് അറിയാമെന്ന് നിങ്ങൾക്കറിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കത് അറിയാമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം, അപ്പോഴേ അത് ഉത്തരമാകുന്നുള്ളൂ. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ്, സ്പേസിങ്, പാരഗ്രാഫ്, എക്സാമ്പിൾസ്, കേസ് ലോസ്, ഇതൊക്കെ നിർബന്ധമാണ്. എനിക്ക് മനസ്സിലാകണം എന്ത്, വാട്ട് യു നോ അബൌട്ട് ദിസ് ടോപ്പിക്, whether you are having that correct grip on that particular topic. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ മാർക്ക് തരാൻ പറ്റും. സോ പ്രസന്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സ്റ്റാർട്ട് വിത്ത് ഒരു ചെറിയൊരു പാരഗ്രാഫ്. ഓരോ പാരഗ്രാഫ് കഴിയുമ്പോഴും ഒരു സ്പേസ് വിടുക. ബുള്ളറ്റ് പോയിന്റുകൾ എഴുതുന്ന സമയത്ത് ബുള്ളറ്റ് പോയിന്റുകൾ മാർജിന്റെ പുറകിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. മാർജിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ബുള്ളറ്റ് പോയിന്റ് വിസിബിൾ ആയിട്ട് എഴുതുക. ഓരോ ബുള്ളറ്റ് കഴിഞ്ഞാലും ഒരു വരി വിട്ടെഴുതുക. വർക്കിംഗ് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ റഫ് വർക്ക് നോട്ട് എന്ന് എഴുതിയിട്ട് ഒരു പേജിൽ എഴുതുക. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്, വർക്കിംഗ് നോട്ട് എഴുതുന്ന കുട്ടികൾ ചെയ്യേണ്ടത് അതിനെ ഒരു പെന്നുകൊണ്ടൊന്ന് വരച്ച് സ്ട്രൈക്ക് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നുകൂടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്, അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഉത്തരം കണ്ടെത്തി ആ ഉത്തരം അവിടെ എഴുതിയത് കൊണ്ട് അത് ഉത്തരമാകില്ല. ആ ഉത്തരം കണ്ടെത്താനുള്ള പ്രോപ്പർ വർക്കിംഗ് നോട്ട് ആ നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉണ്ടായിരിക്കണം എന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. കീപ്പ് ഇൻ മൈൻഡ്. സോ ആൻസർ എഴുതുന്ന സമയത്ത് ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എത്ര എഴുതണം എന്നതിന്റെ ചോദ്യത്തിന് ഉത്തരം, ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിന്റെ ഒരു സൈഡെങ്കിലും ഫുള്ളായിട്ട് ഉത്തരം ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഞാൻ ആൾറെഡി കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഉത്തരം വിസിബിളി, അതായത് കാണുന്നതിന് ചന്തമുള്ളതായിരിക്കണം, വളരെ കണ്ടാൽ മനസ്സിലാകുന്നതായിരിക്കണം, അക്ഷരങ്ങൾ ക്ലാരിറ്റി ഉള്ളതായിരിക്കണം. സർ, ചോദ്യം എങ്ങനെ വേണമെങ്കിലും എഴുതാൻ പറ്റുമോ? 5A ആദ്യം എഴുതി, പിന്നെ 6A എഴുതി, പിന്നെ 7A എഴുതി, പിന്നെ 5B എഴുതി, പിന്നെ 6C അങ്ങനെ എഴുതാൻ പറ്റും. നിങ്ങൾ എങ്ങനെ എഴുതുന്നതിലും ഒരു ബുദ്ധിമുട്ടും ഇല്ല.
പക്ഷെ പ്രോബ്ലം എന്താണ് എന്ന് വെച്ചാൽ ഈ വായിക്കുന്ന ആൾക്ക് അത് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തണം. 6A എന്ന് എഴുതി കഴിഞ്ഞാൽ 6A ഒന്ന് ഉറപ്പിച്ച് ബ്ലാക്ക് ആൻഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. സർ ആദ്യം ഏത് ചോദ്യമാണ് 1, 2, 3, 4, 5 അങ്ങനെയാണോ എഴുതേണ്ടത്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ എഴുതുന്നത് നല്ലതാണ്. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആദ്യം എഴുതുക. ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് തോന്നും അത് ആദ്യം എഴുതുക. 1, 2 നല്ല കോൺഫിഡൻസ് ഉള്ള ആൻസേഴ്സ് എഴുതിയതിന് ശേഷം 1, 2 കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതിയാൽ പോലും ഒരു ഇംപ്രഷന്റെ മുകളിൽ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ തുടക്കം ഒരിക്കലും ഒരു പൊട്ട ആൻസറോട് ആകാതിരിക്കാൻ ശ്രമിക്കുക. 3 മണിക്കൂർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ 15 മിനിറ്റും തന്നിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം രാവിലെ 9 മണി മുതൽ 9:15 വരെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വായിക്കാനുള്ള സമയമാണ്. 9:15 മുതൽ 12:15 വരെയുള്ള സമയം പരീക്ഷ എഴുതുന്നതിനാണ്. 11:30 മണിക്ക് അന്ന് ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. 11 മണിക്കും അന്ന് ഇറങ്ങിപ്പോകേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ പരീക്ഷ എഴുതണ്ടല്ലോ. പിന്നെ ഏതെങ്കിലും ഒരാൾ എന്നോട് വന്ന് പറയുകയാണ്, സാർ എൻ്റെ പരീക്ഷ 2 മണിക്കൂർ കൊണ്ട് എനിക്ക് എഴുതി തീർക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കഴിഞ്ഞ 13 വർഷമായിട്ട് ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരിക്കലും 2 മണിക്കൂർ എഴുതേണ്ടുന്ന ടോപ്പിക്ക് വെച്ച് 3 മണിക്കൂർ പരീക്ഷ നടത്താൻ മാത്രം വിദ്യകളൊന്നുമല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ പ്രീമിയർ പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഉത്തരങ്ങൾ എഴുതുക. ബൈ ഗോഡ്സ് ഗ്രേസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഉത്തരങ്ങൾ ഒന്നും കൂടി വായിച്ച് അത് ഉത്തരം ഒന്ന് കറക്റ്റ് ചെയ്യുക. ഏതെങ്കിലും ഉത്തരത്തിൽ ഇനി ഫൈൻ ട്യൂണിങ് ചെയ്യാനാണെങ്കിൽ ഫൈൻ ട്യൂണിങ് ചെയ്യുക. ഒരിക്കലും 3 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കാതിരിക്കുക. ഒരു ചോദ്യം പോലും വിട്ടേക്കരുത്. ഈവൻ നോട്ട് എ സിംഗിൾ ക്വസ്റ്റ്യൻ. അർത്ഥയിൽ നടക്കുന്ന എക്സാമിനേഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും എഴുതിപ്പിച്ച് വീക്ക്ലി എക്സാംസ് നടത്തി അവസാനം 3 ദിവസം 4 ദിവസം തുടർച്ചയായിട്ട് ഓരോ ചാപ്റ്റർ എന്നും ടോപ്പിക്കുകൾ എടുത്ത് എഴുതി എൻ്റെ കുട്ടികളെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എഴുതുന്നത് എങ്ങനെയായിരിക്കണം? അർത്ഥയിൽ എഴുതിയതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആൻസർ ഫോർമാറ്റ്. ആ ആൻസർ ഫോർമാറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ എന്നാണ് ഞാൻ പറയുന്നത്. പറഞ്ഞു പോകുന്ന വഴിക്ക് പറയട്ടെ, അർത്ഥയുടെ അടുത്ത ബാച്ച് ക്ലാസ്സുകൾ CS എക്സിക്യൂട്ടീവിന്റെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകൾ ജൂൺ സെക്കൻഡ് വീക്കിലും ഓടുകൂടി നമ്മൾ ആരംഭിക്കും. അഡ്മിഷൻ കണ്ടിന്യൂസ് ആണ്. ആർക്കെങ്കിലും അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. കം ബാക്ക് ടു ദ ടോപ്പിക്. പരീക്ഷ നമ്മളെ 3 മണിക്കൂർ കഴിഞ്ഞ് എഴുതി. 3 മണിക്കൂർ നമ്മൾ എഴുതി. ഇനി ഇതിലൊരു സംശയം വരുമ്പോൾ, സാർ ചോദ്യ പേപ്പറിൽ നിങ്ങളുടെ റോൾ നമ്പർ അല്ലാതെ അല്ലെങ്കിൽ ടിക്കും അല്ലാതെ ഒന്നും എഴുതാൻ പാടില്ല എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, ഒന്നുകിൽ നിങ്ങളത് പെൻസിൽ കൊണ്ട്, നിങ്ങൾ ഉദാഹരണം നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കേസിലോ ഓർമ്മ വന്നു, അതവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യണം. അത് പെണ്ണുകൊണ്ട് എഴുതാതിരിക്കുക, പെൻസിലുകൊണ്ട് എഴുതിയിട്ട് അത് ഉത്തരം എഴുതി കഴിഞ്ഞാൽ അത് റബ്ബ് ചെയ്ത് കളയുക. ആർക്കും ഒരു അവസരം കൊടുക്കരുത് വർത്തമാനം പറയാൻ. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റഫ് പേജ് എന്ന് പറയുന്ന പേജ് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ വർക്കിങ്ങിന് വേണ്ടി ഡമ്മി ആയിട്ട് ഓപ്പൺ ചെയ്യുക. അതിൽ പെൻസിൽ കൊണ്ട് എഴുതുക. ആ പെൻസിൽ കൊണ്ട് എഴുതിയിട്ട് അതിൽ എന്താ ചെയ്യുക, അത് ആ ഓർമ്മ വരുന്ന കപ്പ എഴുതി വെക്കുക. കാരണം നമ്മൾ ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യ ക്വസ്റ്റ്യൻ ടോപ്പിക് നമ്മൾ മറന്നു പോകും. അങ്ങനെ വരാതിരിക്കാൻ യു ഫൈൻഡ് സം വേസ്. എക്സാമിനറുമായിട്ട് ഒരു തരത്തിലും ആർഗ്യൂ ചെയ്യാതിരിക്കുക. വാച്ച് ഇല്ലാതെ പോകാതിരിക്കുക. ഒരു അനലോഗ് വാച്ച് സാധാരണ ഒരു 300, 400, 500 രൂപ കൊടുത്താൽ കിട്ടാവുന്ന സാധാരണ ഒരു ടൈറ്റൻ്റെ ഒരു അനലോഗ് വാച്ച് ഉണ്ടാക്കുക. ഇലക്ട്രോണിക് വാച്ച്, സ്മാർട്ട് വാച്ച്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, മൊബൈൽ ഫോണ്, വേറെ ഏതെങ്കിലും തരത്തിൽ ഇലക്ട്രോണിക് ഡിവൈസുകൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡീവാർ ചെയ്യപ്പെടും. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം എടുക്കണ്ട. ഒരു വാച്ച് ഉണ്ടായിരിക്കണം. ആ വാച്ചിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ചോദ്യത്തിനും എത്ര സമയം എടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കറക്റ്റ് സമയത്തിനുള്ളത് അത് എഴുതാൻ നിങ്ങൾ ശ്രമിക്കണം. പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം പരീക്ഷയുമായി ബന്ധപ്പെട്ട ആ സമയത്ത് എനിക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് തോന്നാനില്ല. പിന്നെ
പരീക്ഷ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ ചേട്ടൻ എഴുന്നേറ്റ് പോകും, ഇപ്പുറത്തെ ചേച്ചി എഴുന്നേറ്റ് പോകും, ചിലപ്പോൾ നിങ്ങൾ മാത്രമേ ഹാളിൽ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് ആക്ച്വലി യു ആർ എ സെക്കൻഡ് ഗ്രേഡ് ഓർ തേർഡ് ഗ്രേഡ് പേഴ്സൺ. അത് വിചാരിക്കേ വേണ്ട. നിങ്ങൾ എന്ത് വന്നാലും വേണ്ടില്ല, നിങ്ങൾക്ക് 3 മണിക്കൂർ എഴുതുന്നതിന് വേണ്ടി ഫീസ് അടച്ചിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് 3 മണിക്കൂർ തന്നിട്ടുണ്ട്. ആരെണീറ്റ് പോയാലും അവരെ ശ്രദ്ധിക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജോലി തുടർന്നു കൊണ്ടിരിക്കുക. കാരണം സക്സസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞത് മുഴുവൻ ടോപ്പിക്കും ആൻസർ ചെയ്യലാണ്. വിത്ത് കോമൺ സെൻസ്. ചില ചോദ്യങ്ങൾ നമുക്ക് അറിയില്ലായിരിക്കാം, അതിൽ റിയൽ വേർഡ്സ് ആ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതിന്. പരീക്ഷ കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങുകയാണ്. പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പരീക്ഷ എഴുതി വന്ന സമയത്ത് എൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നീട് ഞാൻ എടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ കുട്ടികൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഞാൻ നെവർ റീവിസിറ്റഡ് മൈ ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം ഹാപ്പൻഡ് ഈസ് ഹാപ്പൻ, റിട്ടൺ ഈസ് റിട്ടൺ. ഇഫ് ഇറ്റ് ഈസ് റോങ് ഇറ്റ് ഈസ് റോങ്, ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ഇറ്റ് ഈസ് റൈറ്റ്. ദർ ഈസ് നോ മീനിങ് ഇൻ ഫർദർ ഡിസ്കസിങ് അബൌട്ട് ദാറ്റ് എന്നുള്ളതാണ്. ഈ പരീക്ഷ കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഒരു വട്ടമേശ സമ്മേളനം, ചായക്കട സമ്മേളനം, അല്ലെങ്കിൽ സ്നാക്സ് സമ്മേളനം, ജ്യൂസ് സമ്മേളനം ഒന്നും വേണ്ട. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് മടക്കി എടുത്ത് വെക്കുക. അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. ആരെന്ത് ചോദിച്ചാലും ഓക്കെ ഫൈൻ ഫാന്റാസ്റ്റിക് എന്ന് മിണ്ടാണ്ട് പോവുക. കാരണം ഇനി ഒരിക്കലും അതിൽ നമുക്ക് ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല. അടുത്ത പരീക്ഷ മാത്രം ചിന്തിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ലൈഫിൽ എത്രയോ ആൾക്കാർ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ബാക്കി പരീക്ഷ എഴുതാതിരിക്കുകയും ആ ഫസ്റ്റ് എക്സാമിൽ ജയിക്കുകയും ചെയ്തിട്ടുള്ള കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ ഡോണ്ട് ഡു സച്ച് മിസ്റ്റേക്സ്. നോ ഫർദർ ഡിസ്കഷൻ. രാവിലെ 9:15 ഭക്ഷണം കഴിക്കാതെ വരാതിരിക്കുക. എന്തെങ്കിലും സ്നാക്സ് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ പഴമെങ്കിലും കഴിക്കുക, വെള്ളം കയ്യിൽ വെക്കുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, കുട കൊണ്ടുവരിക. റെയിനി സീസൺ ആണ്, കുട ഉപയോഗിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പാലക്കാടാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ട്, പേടിക്കണ്ട. ബാക്കിയുള്ള സെൻറ്റേഴ്സിൽ ഞാനില്ല. ഞാനുണ്ടായിരിക്കും പാലക്കാട് സെൻറ്ററിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഡെഫിനറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഐ വിൽ കം ബാക്ക് ടു യു. പക്ഷെ ഉറപ്പ് വരുത്തുക, ഒരു കോൺഫിഡൻ്റ് ആയ മനുഷ്യൻ, ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള മനുഷ്യൻ, അയാൾക്ക് മാത്രമാണ് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അയാൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുക. കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലക്ഷ്യവും അയാളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. നിങ്ങൾക്കത് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ആ കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. 19 മിനിറ്റ് ഞാൻ എടുത്തു. ഐ എം സോറി ഫോർ ദാറ്റ്. ബട്ട് ഈ പറഞ്ഞതൊന്നും വെറുതെ പറയേണ്ടതല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്തത്. അടുത്തൊരു വീഡിയോയിലേക്കും ഇത് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.